അനിയുടെയും നന്ദുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനാമികയും കാമുകനും കൂടെ ചുറ്റിക്കറങ്ങുന്നത് ആദർശിൻ്റെ കണ്ണിൽ കാണുന്നുണ്ട്. അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അനിയും ഇതേ പോക്കിൽ തന്നെയല്ലേ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നയനയും ആദർശും ഒരക്ഷരം പോലും അനാമികയോട് മിണ്ടുന്നില്ല. എന്നാൽ ജാനകിയും ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ജാനകിയോടും മുത്തശ്ശിയോടും ജലജയോടും ഒക്കെ കള്ളം പറഞ്ഞിട്ടാണല്ലോ അനാമിക വീട്ടിൽ നിന്ന് പോയത്. ജാനകിയും അവരും ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് അനാമികയുടെ വീട്ടിൽ പോയെന്ന് തന്നെയാണ്. പക്ഷെ ജാനകി പുറത്ത് എന്തോ ആവശ്യത്തിന് പോകുമ്പോഴേക്കും തന്നെ അനാമികയും കാമുകനെയും പുറത്ത് വെച്ച് കാണുകയാണ്. കാമുകനോടൊപ്പം ബൈക്കിൻ്റെ പുറകിലിരുന്ന് അനാമിക പോകുന്നത് ജാനകി കാണുന്നുണ്ട്. അപ്പോഴാണ് ജാനകിക്ക് മനസ്സിലാവുന്നത് അനു പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന്. ഇവളിങ്ങനെ ഓരോരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇങ്ങനെ ഓരോരുത്തന്മാരുടെ കൂടെ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടാണോ? എൻ്റെ മോൻ്റെ കാര്യവും പിന്നെ പറയണ്ടല്ലോ, അവനും എപ്പോഴും ആ നന്ദുവിൻ്റെ പിറകെ തന്നെയല്ലേ. അതുകൊണ്ടാണ് ഇവളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് അങ്ങനെ ജാനകി അനാമികയുടെ പിന്നാലെ പോവുകയാണ് കേട്ടോ. അവൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ജാനകി പോകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു പാർക്കിലിരുന്ന് സംസാരിക്കുന്നത് ജാനകി ഒളിഞ്ഞിന്ന് കേൾക്കുന്നുണ്ട്. അനാമിക മോളെ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജാനകി പോകുന്നത്. എന്നാൽ അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ജാനകി ആകെ വിഷമത്തിലാവുകയാണ്. തൻ്റെ മോനെ ഒഴിവാക്കിയിട്ട് അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകാനാണ് അനാമിക ശ്രമിക്കുന്നതെന്ന് ജാനകിക്ക് മനസ്സിലാവുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, വിവാഹ ദിവസം തന്നെ ഞാൻ അവനെ വെറുത്തതാ, എനിക്ക് അവനെ വേണ്ട. പിന്നെ എനിക്ക് വേണ്ടത് അവിടുത്തെ സ്വത്ത് മുതൽ മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ അവരുടെ കണ്ണിലൊക്കെ പൊടിയിട്ടിട്ട് അവിടെ പിടിച്ചു നിൽക്കുന്നത്. അവിടുന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ വരും. അതാണല്ലോ നമ്മളെടുത്ത തീരുമാനങ്ങളും. ആ സമയത്ത് കാമുകൻ പറയുന്നുണ്ട്, ആ അങ്ങനെ തന്നെയാ, നീ പിന്നെ എപ്പോൾ അവിടുന്ന് പടിയിറങ്ങി വന്നാലും 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ റെഡിയാ എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അങ്ങനെ വെറുതെ ഇറങ്ങി വന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോടാ. അത് കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോകും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ സ്വത്തും പണമൊക്കെ വേണ്ടേ? സമ്പാദ്യമൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അധിക കാലമൊന്നും ഞാൻ അവിടെ പിടിച്ചു നിൽക്കാൻ പോകുന്നില്ല. ഇപ്പം തന്നെ ആ ഒരു സീരിൻ്റെ പേരിൽ ഞാൻ അവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും അത് ചൂട് പിടിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജാനകിക്ക് ആകെ ഷോക്കാവുന്നുണ്ട്. ജാനകി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ, വിവാഹത്തിന് മുമ്പ് തന്നെ ഇവൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലേ അങ്ങോട്ടേക്ക് കയറി വന്നത്. എൻ്റെ മോൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങോട്ടേക്ക് വന്നവളായി ഇവൾ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഞാനതൊന്നും വിശ്വസിച്ചില്ലല്ലോ ദൈവമേ. ഏട്ടത്തി എത്ര തവണ എന്നോട് പറഞ്ഞതാ, അപ്പോഴും ഞാനിവളെ മനസ്സിലാക്കിയില്ല. അല്ലെങ്കിലും ഏട്ടത്തി ഒരാളെ കാരണമില്ലാതെ വെറുക്കുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ തക്കതായ കാരണമുണ്ടായിട്ട് തന്നെയാണ് ഏട്ടത്തി അനാമികയെ വെറുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജാനകി ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അനാമിക കാമുകനോട് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാടാ, കാര്യങ്ങളിലൊക്കെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ ആ പാലിൽ വിഷം കലർത്തിയത് നവ്യ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കഷ്ടകാല സമയത്തിനാണ് അത് വല്യമ്മ എടുത്ത് കുടിച്ചത്. അന്ന് അവർ തട്ടിപ്പോയിരുന്നെങ്കിൽ ഇന്ന് എന്നെ എതിർത്ത് സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളുടെ എണ്ണം കുറഞ്ഞിരുന്നേനെ. പക്ഷേ ഇപ്പം വല്യമ്മയുടെ ആ ഒരു പെരുമാറ്റത്തിലും അടിമുടി മാറ്റം വന്നിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായതുപോലെയാണ് അവരെന്നോട് സംസാരിക്കുന്നത്. ഒരുമാതിരി മുള്ളും മനയും വെച്ച വർത്തമാനങ്ങളാണ് അവരുടെ വായിൽ നിന്ന് വരുന്നതെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അനാമികയുടെ വായിൽ നിന്ന് വീഴുന്ന വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട് ജാനകി ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ദൈവമേ, ഇതിൻ്റെ പിന്നിലും ഇവള് തന്നെയായിരുന്നോ? ഇത്രയ്ക്ക് ദുഷ്ടിയായിരുന്നോ ഇവള്? ഇത്രയും ക്രൂര മനസ്സുള്ള ഇവളെയാണോ ദൈവമേ ഇത്രയും നാളും സ്വന്തം മോളെപ്പോലെ ഞാൻ സ്നേഹിച്ചത്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേട്ട് വിശ്വസിക്കാതെ ഞാൻ ഇവളെ തലയെ കയറ്റി വെച്ചുകൊണ്ട് നടക്കുകയല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ജാനകി ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ ആകെ വിഷമത്തിൽ തന്നെ ജാനകി അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ചെന്ന പാടെ തന്നെ ഇതൊക്കെ അറിഞ്ഞ ആ ഒരു വിഷമത്തിൽ ആർക്കും മുഖം കൊടുക്കാതെ തലവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലോട്ട് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് ജാനകിയുടെ അടുക്കലേക്ക് തന്നെ ജയൻ എത്തുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി ജാനകി നിനക്ക്? നീ രാവിലെ എവിടെ പോയതാ? ഇപ്പം എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്താ നിനക്ക് വല്ല അസുഖമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ഇങ്ങനെ അജയൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, ഒന്നുമില്ല അജയേട്ടാ. ജാനകി കരഞ്ഞോണ്ട് തന്നെ അജയനോട് ജാനകി കണ്ട കാഴ്ചകളും കേട്ടറിഞ്ഞ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അജയൻ പറയുന്നുണ്ട്, ആ ഞാനിതൊക്കെ നേരത്തെ അറിഞ്ഞതാ. നീ ഇപ്പോഴെങ്കിലും ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ എൻ്റെ ജാനകി. ഇത്രയും നാൾ അവൾ നിൻ്റെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അത് തുറന്നത്. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ അറിഞ്ഞായിരുന്നു. എന്നാൽ നിന്നോട് പറഞ്ഞാൽ നീ അതൊന്നും വിശ്വസിക്കില്ലല്ലോ. നിൻ്റെ അടുക്ക ഈ കാര്യങ്ങളൊക്കെ പറയാൻ വന്നാൽ നീ അവരോടൊക്കെ ദേഷ്യപ്പെട്ട് തട്ടിക്കയറുകയും ചെയ്യും. ജാനകി പറയുന്നുണ്ട്, എന്നാലും ചെയ്യേട്ടാ, അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നമ്മുടെ മോൻ്റെ ജീവിതം വെച്ചിട്ടല്ലേ അവൾ ഈ കളിയൊക്കെ കളിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, അതേ ജാനകി, അതുകൊണ്ടാ എല്ലാവരും അവളോട് ഇത്ര ശത്രുത കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ പാടില്ലാത്ത ഒരുത്തി തന്നെയായിരുന്നു അവൾ.
നമ്മുടെ സ്വത്തും മുതലും ഒക്കെ കണ്ടിട്ട് മാത്രമാണ് അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുള്ളത്. അത് മാത്രമാണോ? അതുകൂടാതെ എന്തൊക്കെ കള്ളത്തരങ്ങൾ അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇപ്പം അവളിൽ നിന്ന് അകലം പാലിക്കുന്നത്. ജാനകിയാണെങ്കിലും കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി അജയേട്ടാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ കാര്യങ്ങളൊക്കെ അറിയാൻ ഒരുപാട് വൈകിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോഴേക്കും തന്നെ അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അനാമിക വരുന്നത് അജയൻ കാണുന്നുണ്ട്. അജയൻ പറയുന്നുണ്ട് ജാനകിയോട്, ദേ നിന്റെ മരുമോള് വരുന്നുണ്ട്, നീ സ്നേഹം കൊണ്ട് മൂട് എന്ന് പറഞ്ഞിട്ട് അജയൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഈ സമയത്ത് അനാമികയാണെങ്കിലും ഒന്നും അറിയാത്തതുപോലെ അമ്മയെന്നും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ജാനകി ഒന്നും അറിയാത്ത പോലെ തന്നെ പറയുന്നുണ്ട്, ഓ നല്ല തലവേദനയാ മോളെ, ഒന്ന് കിടന്നാൽ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അനാമികയെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ തള്ളയ്ക്ക് ഇനി എന്ത് പറ്റിയാലും എനിക്കെന്താ, ഞാൻ മനസ്സിൽ കാണുന്നൊക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടിയാൽ അതുകൊണ്ട് ഞാൻ അങ്ങ് പോകും. പിന്നെ നിങ്ങളെ നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ അനാമിക അവിടുന്ന് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ജാനകിയാണെങ്കിലും അനിയെക്കുറിച്ചും നന്ദുവിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. നന്ദുവിൻ്റെയും അനിയുടെയൊക്കെ കാര്യം ഓർത്തിട്ട് ജാനകിയാണെങ്കിലും കരയുകയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും നന്ദുവിനോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. നന്ദു നല്ലൊരു മോളാണ്. പണമില്ലാത്തതിൻ്റെ പേരിലാണല്ലോ ഞാൻ അവളെ വെറുത്തത്. നന്മയുള്ള മനസ്സായിരുന്നു നയനമോൾക്കും. എന്നിട്ട് പോലും ഞാൻ അവളെയൊക്കെ വെറുത്തു. നയനമോളെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് അവളോട് എന്ത് കാര്യമായിരുന്നു. പക്ഷേ അനാമിക വന്നേ പിന്നെയല്ലേ ഞാൻ അവളോട് ഇഷ്ടക്കേടുകളൊക്കെ കാണിക്കാൻ തുടങ്ങിയത്. അനാമിക ഒറ്റൊരുത്തി കാരണമാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നെന്നുള്ള രീതിയിൽ തന്നെ ജാനകി ചിന്തിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജാനകിക്ക് സുഖമില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ജാനകിയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഇളയമ്മേ, ഇളയമ്മയ്ക്ക് എന്തെങ്കിലും വേണോ, ചായ വല്ലതും ഞാൻ ഇട്ടുകൊണ്ട് വരണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട മോളെ എന്ന്. അതെന്താ ഇളയമ്മേ, ഞാൻ ഇട്ട് തന്നാൽ ഇളയമ്മ കുടിക്കില്ലേ? അനാമിക ഇട്ട് തരുന്ന മാത്രമേ ഇളയമ്മ കുടിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും അല്ല മോളെ, എനിക്കിപ്പോൾ വേണ്ട. ഞാൻ എന്തായാലും ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് വരാം, അത് കുടിക്കുമ്പോഴേക്കും ഇളയമ്മയ്ക്ക് തലവേദനയൊക്കെ മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അങ്ങനെ നയനയാണെങ്കിലും പോയിട്ട് ചൂടോടെ തന്നെ ചുക്ക് കാപ്പിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ജാനകിക്ക് കൊടുക്കാൻ. അപ്പോഴേക്കും ജാനകി ചിന്തിക്കുന്നുണ്ട്, നയനമോളോട് എന്തായാലും ഈ കാര്യം പറയാമെന്ന്. അങ്ങനെ കാപ്പി കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നയനയോട് പറയുന്നുണ്ട്, മോളെ എൻ്റെ മനസ്സിലാണ് വേദനയും ബുദ്ധിമുട്ടും ഒക്കെ, അത് മാറാൻ എന്തെങ്കിലും മരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റി ഇളയമ്മേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നയന. അല്ല ഇളയമ്മയ്ക്ക് എന്താ പറ്റിയത്, എന്തെങ്കിലും ഇളയമ്മയ്ക്ക് എന്നോട് പറയാനുണ്ടോ? എന്താ ഇളയമ്മേ, ഇളയമ്മയ്ക്ക് എന്താ പറ്റിയത്, എന്തുവാണെങ്കിലും ഇളയമ്മ എന്നോട് പറയുന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കാര്യമെന്ന് പറഞ്ഞാലല്ലേ അത് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ജാനകിയാണെങ്കിലും നയനേനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, മോളെ നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി മോളെ. എൻ്റെ മരുമോള് അവൾ എന്നെ ചതിക്കുകയായിരുന്നു, അത് തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയന ഒന്നും പറയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ജാനകിയെ. അങ്ങനെ ജാനകി അനാമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, എനിക്കറിയാം ഇളയമ്മേ, ഞാൻ ഈ വീട്ടിൽ വന്ന സമയത്ത് ഇളയമ്മയ്ക്ക് എന്നോട് എന്തോരം സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതും എന്നെ എങ്ങനെയാണ് നോക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. മറ്റാരും അന്ന് എന്നെ മനസ്സിലാക്കാതിരുന്ന ആ സമയത്ത് പോലും എന്നെ മനസ്സിലാക്കിയതും എന്നോട് സ്നേഹം കാണിച്ചതും ഇളയമ്മയായിരുന്നു. പക്ഷേ ഇപ്പോൾ അനാമികയുടെ വാക്ക് കേട്ടിട്ട് ഇളയമ്മ എന്നെ അവഗണിക്കുന്നതാണ് എനിക്ക് ഏറെ വിഷമമാവുന്നത്. എന്തായാലും ഇപ്പോൾ അനാമയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇളയമ്മയ്ക്ക് മനസ്സിലായല്ലോ, എനിക്കത് മതി, അത് മാത്രം മതി, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായെന്നൊക്കെയുള്ള രീതിയിൽ നയന പറയുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, മോളെ നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു, നീ എന്നോട് ക്ഷമിക്ക്. ഈ ഇളയമ്മയ്ക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി മോളെ. അവൾ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ മോനെ സ്നേഹിക്കാനോ അവൻ്റെ ഒപ്പം നല്ലൊരു ജീവിതം നയിക്കാനോ കുടുംബത്തിൽ നല്ലൊരു മരുമോളായിട്ട് ജീവിക്കാനോ ഒന്നുമല്ല മോളെ. അവളുടെ ലക്ഷ്യം ഈ കുടുംബത്തിൻ്റെ സ്വത്തും മുതലും തന്നെയാണ്. അതൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നയന പറയുന്നുണ്ട്, അതേ ഇളയമ്മേ, അതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടല്ലേ ഞങ്ങൾ അവളെ അകറ്റി നിർത്തുന്നത്. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, മോളെ ഇന്ന് ഞാൻ വേറൊരു കാര്യം കൂടി അറിഞ്ഞു. അന്ന് ഏട്ടത്തി ആ പാല് കുടിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, അതിന് പിന്നിലും അനാമികയാണ് മോളെ. അവളാണ് പാലിൽ വിഷം കലർത്തിയത്. ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത് മോളുടെ ചേച്ചിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു മോളെ. അതൊക്കെ ഇന്ന് ഞാൻ അവളുടെ വായിൽ നിന്ന് തന്നെ കേട്ടു. ഇപ്പോഴാണ് എനിക്ക് അവളുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായേ എന്നുള്ള രീതിയിൽ ജാനകി സംസാരിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതേ ഇളയമേ, ഈ സത്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. അനാമിക ഈ കുടുംബത്തിലേക്ക് വരാനേ പാടില്ലാത്ത ഒരുത്തിയായിരുന്നു, പ്രത്യേകിച്ച് അനിയുടെ ജീവിതത്തിലേക്ക്. നമ്മുടെ അനിയുടെ ജീവിതമാണ് അവൾ ഇല്ലാതാക്കിയത്. അനിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷമം ഇളയമേ. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൻ ഇങ്ങനൊരു ബന്ധം കിട്ടിയത്? മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അവളെ അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും അതിന് സമ്മതിക്കുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ നയന പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇളയമ്മ റെസ്റ്റ് എടുക്കുക, ഇളയമ്മ ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷനാകണ്ട. എന്തായാലും നമ്മുടെ അനിയുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആദർശേട്ടനും അമ്മയും ഞാനും ഒക്കെ ഇവിടെ ഇല്ലേ? പിന്നെ ഇളയമ്മ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഇളയമ്മ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക, തലവേദനയൊക്കെ മറിയട്ടെ. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാം. മുത്തശ്ശനും മുത്തശ്ശിയൊന്നും എന്തായാലും ഇക്കാര്യം ഇപ്പോൾ അറിയണ്ടെന്നൊക്കെ നയന പറയുന്നുണ്ട്. അങ്ങനെ അനിയാണെങ്കിലും അനാമയെ കൊണ്ട് സഹി കെട്ടിട്ട് അവസാനം നന്ദുവിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. അവൾ അവിടെ എൻ്റെ ഭാര്യയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് നീ മാത്രമേ ഉള്ളൂ. ആരും അറിയാതെയാണെങ്കിലും ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടും എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. അങ്ങനെ നന്ദു അനിയും തമ്മിൽ ഒന്നിക്കുകയാണ് കേട്ടോ. നന്ദുവിൻ്റെ മനസ്സിൽ അനിയോടുള്ള സ്നേഹവും ഒട്ടും കുറവില്ല. ഓരോ ദിവസം കഴിയും തോറും അനിയോടുള്ള സ്നേഹം നന്ദുവിന് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അനി അവസാനം ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞപ്പോഴേക്കും അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നന്ദു ആണെങ്കിലും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആ നിമിഷത്തിൽ അവർ ഒന്നാവുകയാണ്. അവസാനം നന്ദു ആണെങ്കിലും ഗർഭിണിയാവുന്നുണ്ട്. ഈ ഒരു കാര്യം വളരെ ടെൻഷനോടുകൂടി തന്നെ നന്ദു വിളിച്ചിട്ട് നയനോട് പറയുന്നുണ്ട്. നന്ദു ഗർഭിണിയാന്നുള്ള വിവരം അനാമികയും അറിയുന്നുണ്ട്. ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക അനന്തപുരി ഇളക്കി മറിക്കുകയാണ്. ഞാനെന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്? എനിക്ക് ഇനി എന്ത് സ്ഥാനമാണ് ഇവിടെ ഉള്ളത്? മാനനഷ്ടത്തിന് ഞാൻ ഇവൻ്റെ പേരിൽ കേസ് കൊടുക്കും. എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനാമിക. ജാനകി ആണെങ്കിലും ആ ഒരു ദേഷ്യം തീർക്കാനായിട്ട് അനാമികയുടെ 2 കൊടുക്കാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. തൻ്റെ മകനെ ചതിച്ച് തൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരും ചതിച്ചവളാണ് ഇവൾ. നീ വലിയ പുണ്യാളത്തിയൊന്നും ആകണ്ടടി. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ നിൻ്റെയും നിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാ കളികളും ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോഴേക്കും അനാമിക ജാനകിയോട് ചോദിക്കുന്നുണ്ട്, ഓഹോ, ഇപ്പം അമ്മയ്ക്കും അതാണല്ലേ അഭിപ്രായം? നിങ്ങളുടെ മോനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നിങ്ങളുടെ മോൻ കാരണം ആ നന്ദു ഇപ്പം ഗർഭിണിയാണ്. അവൻ താലി കെട്ടിയ ഭാര്യ ഞാനിവിടെ ഉള്ളപ്പോൾ അവൻ്റെ കാമുകി ഗർഭിണിയായിരിക്കുന്നു. അപ്പോൾ അനന്തപുരിയിലെ അന്തസ് ഇത്രയേ ഉള്ളോ? ഇതൊക്കെ തന്നെയാണോ ഇവിടുത്തെ പാരമ്പര്യമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യപ്പെട്ട് ജാനകി നല്ല ചൂടോടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അവസാനം ക്ഷമ കെട്ട് ജാനകി അനാമികയോട് പറയുന്നുണ്ട്, ഒരക്ഷരം നീ ഇനി മിണ്ടി പോകരുത്. അതേടി, എൻ്റെ മരുമകൾ ഇനി നന്ദു തന്നെയാണ്. നീയേ വിഷമുള്ള പാമ്പാണ്. നീ എന്താടി കരുതിയത്? ഒന്നും ഈ ജാനകിക്ക് മനസ്സിലാകുകയില്ലെന്നോ? ഞാൻ വെറും ഒരു കഴുതയാണെന്നാണോ നീ വിചാരിച്ചത്? നീ എന്തുദ്ദേശത്തോടെ ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ളതൊക്കെ എനിക്കറിയാവടി. എന്തിനാ നീ തന്ത്രത്തിലെ അനിയെ വിവാഹം കഴിച്ചെന്നുള്ളതും അനിയുടെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്തിനാണെന്നൊക്കെയുള്ളത് എനിക്ക് മനസ്സിലായിടി. ഇവിടുത്തെ സ്വത്തും പണവും തന്നെയാണ് നിൻ്റെ മനസ്സിൽ. അതിനു വേണ്ടിയിട്ട് തന്നെയല്ലേടി നീ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അതും അടിച്ചു മാറ്റി ജീവിക്കാമെന്ന് നീ കരുതിയോടി. ഇത് വേറെ ആരും പറഞ്ഞതല്ല. നിൻ്റെ വായ കൊണ്ട് നിൻ്റെ കാമുകനോട് പറയുന്ന ഞാൻ കേട്ടതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി നിനക്ക് രക്ഷയില്ല. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. മുത്തശ്ശനും മുത്തശ്ശിയും വരെ ഇതിന് വേണ്ട തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. നീ ഇനി ഈ അനന്തപുരിയിൽ വേണ്ട. മര്യാദയ്ക്ക് ഇന്ന് തന്നെ ഇവിടുന്ന് പടി ഇറങ്ങിക്കോണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഓഹോ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. അങ്ങനെ അങ്ങ് പടിയിറങ്ങി പോകാൻ വേണ്ടിയിട്ട് വന്നവളൊന്നുമല്ല ഞാൻ അങ്ങനെ വെറും കൈയോട് ഇവിടുന്ന് ഇറങ്ങി പോകുന്നു ആരും കരുതണ്ട. 4 ആൾ അറിഞ്ഞ് താലി കെട്ടി തന്നെയാണ് നിങ്ങളുടെ മോൻ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. എന്നെ ചതിച്ചതിനും ഇപ്പോൾ ഈ കുടുംബത്തിൽ തന്നെ ഇറക്കി വിടുന്നതിനും എല്ലാം എതിരെ ഞാൻ കേസ് കൊടുക്കും. മാനനഷ്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുത്താൽ നിങ്ങളുടെ മോൻ ജയിലിൽ കിടക്കും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, എന്നാൽ നീ പോയി കേസ് കൊടുക്കടി. അവസാനം നീ തന്നെ ആയിരിക്കും ജയിലിൽ പോകാൻ പോകുന്നത്. അതും കൊലക്കുറ്റത്തിന്. നിനക്ക് നയാ പൈസ പോലും ഈ അനന്തപുരിയിൽ നിന്ന് കിട്ടാൻ പോണില്ല. ഇതിൻ്റെ പേരിൽ എന്തൊക്കെ നാണക്കേടുണ്ടായാലും എന്ത് സംഭവിച്ചാലും ഇനി മീഡിയക്കാർ ഏറ്റെടുത്തിട്ട് എന്ത് പറഞ്ഞാലും ഇതിൻ്റെ പേരിൽ ഒരു ചില്ലി കാശ് നിനക്ക് ഇവിടുന്ന് തരാൻ പോകുന്നില്ല. നീയും നിൻ്റെ അച്ഛനും അമ്മയും അനന്തപുരിയിലെ കാശ് കൊണ്ട് അങ്ങനെ സൂചിച്ച് ജീവിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേവയാനിയാണെങ്കിലും ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് അനാമികയെ പിടിച്ച് തള്ളുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ആഹാ, അത്രയ്ക്കായോ? എന്നാൽ ഇനി അനന്തപുരിക്കാരുടെ അന്തസ്സ് ഞാനൊന്ന് കാണട്ടെ. നിങ്ങളെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങളെയൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും എന്നൊക്കെ അനാമിക പറയുമ്പോഴേക്കും ഒന്ന് ഇറങ്ങിപ്പോടി എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദുവിനെ കൂട്ടിയിട്ട് അനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അനിയാണെങ്കിലും അനാമികയോട് പറയുകയാണ്, ഇറങ്ങിപ്പോടി ഇവിടുന്ന്. എന്നിട്ട് അനി നന്ദുവിനെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവളാണിപ്പോൾ എൻ്റെ ഭാര്യ. എൻ്റെ അമ്മയും നന്ദുവിനെ സ്വീകരിച്ചു കഴിഞ്ഞു. നന്ദുവിൻ്റെ അച്ഛനും അമ്മയും സമ്മതിച്ചാൽ ആ നിമിഷം തന്നെ ഞങ്ങളുടെ വിവാഹവും നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനാമിക ദേഷ്യപ്പെട്ട് അനിയോട് പറയുന്നുണ്ട്, ആഹാ, നിൻ്റെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ലടാ. നിന്നെയും ഇവളെയും സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എത്ര വലിയ കൊമ്പത്തെ പോലീസുകാരി ആണെങ്കിലും ശരിയടി, നിന്നെയും ഇവനെയും എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. 1ഉം 2ഉം പറഞ്ഞ് അനാമികയും അനിയും കൂടെ പിന്നെയും വാക്ക് തർക്കമായപ്പോഴേക്കും അനാമിക അനിയെ അടിക്കാനായിട്ട് കൈയൊങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജാനകി വന്നിട്ട് അനാമികയെ പിടിച്ച് മാറ്റുന്നുണ്ട്. എൻ്റെ മോനെ ഇനി നീ തൊട്ടു പോകരുത്. അവനെ നീ തൊട്ടാൽ നിൻ്റെ കൈ ഞാൻ വെട്ടും എന്നിങ്ങനെ പറയുകയാണ്.
ഈ സമയത്ത് അങ്ങോട്ടേക്ക് വേണുവും രേവതിയും എത്തുന്നുണ്ട്. തൻ്റെ മോളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്ന രംഗം കണ്ടുകൊണ്ടാണ് വേണു വരുന്നത്. എന്നിട്ട് വേണു അവരോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നിങ്ങളെ എല്ലാത്തിനെയും ഞാൻ കോടതി കയറ്റും. അനന്തപുരം തറവാടിൻ്റെ എല്ലാ അന്തസ്സും പോകും. ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയല്ലേ, എടാ നിന്നെ ഞാൻ ജയിലിലാക്കൂടാ, നിന്റെ ജോലി ഞാൻ തെറുപ്പിക്കൂടി എന്നൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ വേണുവും രേവതിയും അനാമയും കൂട്ടിയിട്ട് വാ മോളെ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് ജാനകി ആണെങ്കിലും നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ എന്നോട് ക്ഷമിക്കും മോളെ, നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. എൻ്റെ മോൻ്റെ ജീവിതത്തിൽ മോള് തന്നെയാണ് വേണ്ടത്. മോളെ എന്നോട് ക്ഷമിക്കണേ മോളെ, മോളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. മോളെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. സ്വന്തം മോളെ പോലെ കരുതി ഞാൻ അവളെ ഇത്ര നാൾ സ്നേഹിച്ചു. പക്ഷെ അവൾ എന്നെ ചതിക്കുകയായിരുന്നു. എൻ്റെ മോൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് കയറി വന്നവളാണ് അവൾ. എന്തായാലും അവൾ ഇനി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വേണ്ട. മോള് തന്നെയാണ് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വരേണ്ടത്. ആരൊക്കെ എതിർത്താലും നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും. എൻ്റെ മോൻ്റെ ജീവിതമാണ് എനിക്ക് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദുവിനെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ജാനകി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്